ഹലോ, ഗുഡ് മോർണിംഗ്. ഫുഡ് ഫീസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെയാണ് കേട്ടോ, സൂര്യനൊക്കെ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. അല്ലെങ്കിലും രാവിലത്തെ പ്രഭാതം കാണാൻ നല്ല ഭംഗിയാണല്ലേ. നമ്മളൊന്ന് നോക്കിയാൽ അതിങ്ങനെ ഒരു 10 മിനിറ്റ് നോക്കിയിരിക്കാൻ തോന്നും. ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ. രാവിലെ ആണെങ്കിലും അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്. അത്യാവശ്യം മഞ്ഞും ഒക്കെ ഉള്ളതാണ്. ഇതെൻ്റെ ബാൽക്കണിയിൽ നിന്ന് കാണുന്ന വ്യൂ ആണ് കേട്ടോ. സൂര്യനൊക്കെ ഉദിച്ച് നല്ല ഭംഗിയുള്ള ആകാശവും തെങ്ങുകളുടെ ഇടയിൽ കൂടെ കാണുന്ന സൂര്യനും ഒക്കെയായി അങ്ങനെ കണ്ടു നിൽക്കാൻ തോന്നും രാവിലെ. പക്ഷെ നമ്മൾക്ക് കണ്ടു നിൽക്കാനൊന്നും സമയമില്ല. പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റാണ് വലിയ തരി കൊണ്ടുള്ള ഉപ്പുമാവ്. റവ തന്നെ കുറേ ടൈപ്പ് ഉണ്ടല്ലോ, വലിയ തരി, ചെറിയ തരി. ഇത് വലിയ തരിയാണ്. ആദ്യം തന്നെ ഒരു കടായി എടുത്തിട്ടുണ്ട്. അടി കട്ടിയുള്ള കടായിയാണ് ഏറ്റവും നല്ലത് ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് ഞാൻ എപ്പോഴും കോക്കനട്ട് ഓയിലാണ് കുക്കിങ്ങിന് യൂസ് ചെയ്യാറ്. നിങ്ങൾക്ക് ഏത് ഓയിലാണോ കംഫർട്ട് അത് യൂസ് ചെയ്യാം. കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണൊക്കെ കടുക് മതിയാവും, അത്രയല്ലേ വേണ്ടൂ. ഉപ്പുമാവിന് എന്താ അത്രയും. ഇഞ്ചി ഇട്ട് കൊടുക്കണം എന്തായാലും. ഒരു സ്പൂൺ ഇഞ്ചി, ഒരു 2 പച്ചമുളക്. എരിവിനാവശ്യമുള്ള പച്ചമുളക് ഇട്ടാൽ മതി. ഇത് വലിയ എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചി ഇടുമ്പോൾ ഉപ്പുമാവിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അത് ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഇഞ്ചി ഇട്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണേ. പിന്നെ ഒരു കഷ്ണം സവാള ചെറുതായി കൊത്തി എരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായി വഴറ്റി കൊടുക്കണേ. രാവിലെ ഓഫീസിൽ പോകുമ്പോഴും സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ഒരു പഴമാണെങ്കിലും നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റും. എനിക്കെന്തെങ്കിലും കറി കൂട്ടി കഴിക്കാനാണ് കേട്ടോ എപ്പോഴും ഉപ്പുമാവ് ഇഷ്ടം. പഴം കൂട്ടി കഴിക്കുന്നതിനേക്കാളും എന്തെങ്കിലും ഒരു കറി ഉണ്ടെങ്കിൽ എനിക്ക് അത്രയും ഇഷ്ടമാണ്. ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ റവ ആദ്യം ഫ്രൈ ചെയ്തിട്ടൊന്നുമില്ല. ചിലവർ ആദ്യം തന്നെ റവ വറക്കും. ഞാൻ ഇത് വറുത്തിട്ടൊന്നുമില്ല. ഈ സമയത്ത് റവ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ആവശ്യത്തിനുണ്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയൊക്കെ മതിയാവും. അതും കൂടി ഇട്ട് ഇതിലേക്കിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് വെള്ളമൊന്നും ആഡ് ചെയ്യണ്ട. തീ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. നല്ലൊരു മൂത്ത മണമൊക്കെ വരും. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കണേ. അടിക്ക് കരിയാതെ നോക്കണം. അതിനാണ് തീ ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കുന്നത്. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നമുക്ക് ആ ഉള്ളി വഴറ്റുന്ന സമയത്ത് തന്നെ വെജിറ്റബിൾസൊക്കെ വേണമെങ്കിൽ ഗ്രീൻ പീസ് ആണെങ്കിലും പിന്നെ ബീൻസ്, ക്യാരറ്റ് ഇതൊക്കെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതായതുകൊണ്ടാണ് ഇതിൽ ഒനിയൻ മാത്രം ആഡ് ചെയ്തത്. ഇനി നമ്മൾക്ക് തിളപ്പിച്ച് മാറ്റി വെച്ചിരിക്കുന്ന വെള്ളമാണ്. അതൊരു 1.5 കപ്പ്. 1 കപ്പ് റവയ്ക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ്. ഇത് റവ ഒന്ന് മുങ്ങി നിൽക്കാനുള്ള പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് തീ ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒരു 4 മിനിറ്റ് അടച്ച് വെക്കാം. 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അടച്ചെടുത്ത് നോക്കുമ്പോഴത്തേക്കും വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഞാനൊരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതാണ്. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. ഞാൻ വേറെ വെജിറ്റബിൾസ് ഒന്നും ആഡ് ചെയ്യാത്തത് കൊണ്ടാണ് തേങ്ങ ആഡ് ചെയ്യുന്നത്. ഇത് ഇപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെയാണ്. തേങ്ങയും കൂടി ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തേക്കും തേങ്ങ എത്തുന്ന പോലെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് അങ്ങനെ തന്നെ അടച്ച് വെച്ചിട്ട് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഹാർഡായിട്ട് ഇളക്കി എല്ലാം ഒന്ന് കുഴഞ്ഞ രൂപത്തിലാക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ഒരു ഫോർക്ക് വെച്ചോ വുഡൻ സ്പൂൺ വെച്ചോ മറ്റും ഇളക്കിയാൽ മതി. ഇതൊന്ന് ഇളക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്തതിന് ശേഷം 5 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ നന്നായി ഒന്ന് പാനിൽ നിന്ന് വിട്ട് വരും. നന്നായി വെന്ത് വരും. നല്ല സ്മെല്ലും ഇഞ്ചിയുടെ ഒക്കെ നല്ല ഫ്ലേവറൊക്കെയാണ്. ഇനി നമുക്കൊന്ന് സെർവ് ചെയ്യാം. അടിപൊളിയായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉപ്പുമാവാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ഇനി പുതിയൊരു ഈസി ആയിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാൻ. ബൈ.